ബോബി ചെമ്മണ്ണൂരിന് ഊഷ്മള വരവേൽപ്പ് നൽകി വയനാടൻ ജനത. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് 18 വർഷമായി സൗദി ജയിലിൽ അകപ്പെട്ട മലയാളിയായ അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് സൗദി കോടതി വിധിച്ച 34 കോടി രൂപ സമാഹരിക്കുന്നതിനായി നേതൃത്വം കൊടുത്ത ബോച്ചയെ വയനാടൻ ജനത ആദരിച്ചു. ലക്കടിയിൽ നിന്ന് ആരംഭിച്ച സ്വീകരണ യാത്രയിൽ നൂറുകണക്കിന് വാഹനങ്ങളും ആരാധകരും അണിനിരന്നു. ലക്കിടി വയനാട് പ്രവേശന കവാടത്തിൽ പ്രത്യേക വാഹനത്തിൽ വന്നിറങ്ങിയ ബോബി ചെമ്മണ്ണൂരിനെ സംഘാടക സമിതി ഭാരവാഹികളായ പി.കെ. അനിൽകുമാർ, പി. ഷൈജൽ, കബീർ മാസ്റ്റർ, എൻ.ഒ. ദേവസി എന്നിവരും വൈത്തിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം.വി. വിജേഷും ചേർന്ന് ഹാരാർപ്പണം നടത്തി സ്വീകരിച്ചു. അബ്ദുൾ റഹീമിന്റെ കുടുംബത്തിന്റെ പേരിൽ അക്കൗണ്ട് രൂപീകരിച്ച് ധനസമാഹരണം ആരംഭിച്ചിരുന്നെങ്കിലും 4 കോടി രൂപ മാത്രമായിരുന്നു ലഭിച്ചത്. കേരളത്തിന്റെ മനസാക്ഷിയെ മുഴുവൻ അബ്ദുൾ റഹീമിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിപ്പിച്ചത് ബോബി ചെമ്മണ്ണൂർ നടത്തിയ യാചനയാത്രയായിരുന്നു. നിരപരാധിയായ ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ കടുത്ത ചൂടിനെയും അവഗണിച്ചുകൊണ്ട് ബോബി ചെമ്മണ്ണൂർ നടത്തിയ ഇടപെടലിലൂടെ മുഴുവൻ മലയാളികളുടെ മനസ്സിലേക്ക് ഒരു സന്ദേശം എത്തിക്കുവാനും മനസാക്ഷിയെ ഉണർത്തുവാനും സാധിച്ചു. വയനാട്ടിലെത്തിയ ബോച്ചയെ കൽപ്പറ്റ ജനകീയ സമിതിയുടെ നേതൃത്വത്തിലാണ് ആദരിച്ചത്. ധനസമാഹരണത്തിൽ പങ്കാളിയായ മുഴുവൻ പേർക്കുമുള്ള അംഗീകാരമാണ് തനിക്ക് നൽകിയ സ്വീകരണമെന്ന് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. മനുഷ്യസ്നേഹികൾ നിങ്ങളൊക്കെ കൈയഴഞ്ഞ് സഹായിച്ചു. എല്ലാവരോടും നന്ദി 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 മാത്രമേ പറയാനുള്ളൂ. കേരളം ഒറ്റക്കെട്ടായി നിന്നു. ജാതി, മതം, രാഷ്ട്രീയം എല്ലാ ഫൈറ്റും മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ഒരു സഹോദരന് ഒരു പ്രശ്നം വന്നപ്പോൾ, ചെറിയ പ്രശ്നമല്ല, ചെറിയ പ്രശ്നമാണെങ്കിൽ ആരും ഇടപെടില്ല, ഇതൊക്കെ ജയിലിൽ പോവാതെ ഇത് ജീവൻ നൽകിയാൽ അത് തിരിച്ചെടുക്കാൻ ആർക്കും അവകാശമില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നിരപരാധിയാണെങ്കിൽ തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ട് പറ്റാവുന്ന ചെയ്യാം, അതിന് മുമ്പിട്ട് ഇറങ്ങാം. ഒരു ആത്മവിശ്വാസത്തിൽ അങ്ങോട്ട് ഇറങ്ങി, നല്ല കാര്യത്തിന് ഇറങ്ങിയാൽ പരാജയപ്പെട്ടില്ല എന്നതുപോലെ സന്മനസ്സുള്ള എല്ലാവരും കേരളം ഒന്നായിട്ട് നിന്ന് എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെയാണ് എനിക്ക് അബ്ദുൾ റഹീമിന്റെ അക്കൗണ്ടിലൂടെ ഉമ്മ ഫാത്തുവിന്റെ ഗൂഗിൾ പേ വഴിയൊക്കെ ഇത്രയും കോടി രൂപ സമാഹരിക്കാൻ സാധിച്ചത്. സംഘാടക സമിതി ചെയർമാൻ കൂടിയായ കൽപ്പറ്റ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ടി.ജെ. ഐസക് അധ്യക്ഷനായിരുന്നു. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടിയിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും ആദരിച്ചു. അത് എല്ലാവിധത്തിലും അഭിനന്ദനങ്ങൾ അർഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രേയംസ് കുമാറും PC ചാക്കോയും അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ട് എത്തും. ഇപ്പോൾ കൽപ്പറ്റ മുനിസിപ്പൽ ചെയർമാൻ, ഈ സംഘാടക സമിതിയുടെ ചെയർമാനുമായ T.J. ഐസക് ഇവിടെ എത്തിയിട്ടുണ്ട്. ആദ്യം നമ്മൾ നടത്തുന്നത് ബോച്ചെ ടീയുടെ വിൽപ്പന ബഹുമാനായ ബോച്ചെ കൽപ്പറ്റ മുനിസിപ്പൽ ചെയർമാൻ നൽകിക്കൊണ്ട് ഇവിടെ നിർവഹിക്കും. സമൂഹത്തിന്റെ നാനാ തുറകളിൽപ്പെട്ടവർ സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തു. വിവിധ രാഷ്ട്രീയ പാർട്ടി ഭാരവാഹികൾ, മത സാമൂഹിക സംഘടനാ നേതാക്കൾ തുടങ്ങിയവരും സംബന്ധിച്ചു. പത്മശ്രീ ചെറുവയൽ രാമൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജയ് ഹിന്ദ് ന്യൂസ്, വയനാട്.